ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺവെർട്ടബിലിറ്റിയെ പറ്റിയാണ്. അതായത് കറൻസി കൺവെർട്ടബിലിറ്റി. എന്താണ് കറൻസി കൺവെർട്ടബിലിറ്റി, എന്തൊക്കെയാണ് അതിൻ്റെ ടൈപ്സ്, നമ്മുടെ ഇവിടെ എത്രത്തോളം രീതിയിൽ കൺവെർട്ടബിലിറ്റി ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യത്തിനെ പറ്റിയാണ്. കറൻസി കൺവെർട്ടബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫ്രീഡം ടു കൺവെർട്ട് ഡൊമസ്റ്റിക് കറൻസി ഇൻറ്റു ഫോറിൻ കറൻസി. ഡൊമസ്റ്റിക് കറൻസിനെ ഫോറിൻ കറൻസി ആയിട്ട് മാറ്റാനായിട്ട് ഉള്ള ഫ്രീഡത്തിനെയാണ് നമ്മൾ കറൻസി കൺവെർട്ടബിലിറ്റി എന്ന് പറയുന്നത്. ഇതിൽ പല തരത്തിലാണ് കൺവെർട്ടബിലിറ്റി ഉള്ളത്. ഒന്ന് കറണ്ട് അക്കൗണ്ട് കൺവെർട്ടബിലിറ്റി, ക്യാപിറ്റൽ അക്കൗണ്ട് കൺവെർട്ടബിലിറ്റി. കറണ്ട് അക്കൗണ്ട് കൺവെർട്ടബിലിറ്റി എന്ന് പറയുമ്പോൾ കറണ്ട് അക്കൗണ്ടിലുള്ള ട്രാൻസാക്ഷൻസ് എന്തും നമുക്ക് ഫോറിൻ എക്സ്ചേഞ്ച് ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഫ്രീഡം. ക്യാപിറ്റൽ അക്കൗണ്ട് കൺവെർട്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ, നമ്മൾ പുറമേ നിന്ന് സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യുവാണ് ഫോർ ആസ് ക്യാപിറ്റൽ ഗുഡ്സ്, ഒരു മെഷീനറി ഇമ്പോർട്ട് ചെയ്യുവാണ്. അപ്പോൾ അത് നമുക്ക് പേയ്മെന്റ് നടത്താനായിട്ട് നമ്മുടെ റുപ്പി കൺവേർട്ട് ചെയ്ത് എത്രത്തോളം കിട്ടും, ആ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ക്യാപിറ്റൽ അക്കൗണ്ട് കൺവെർട്ടബിലിറ്റി. ദെൻ പിന്നെ വരുന്നത് ഫുൾ കൺവെർട്ടബിലിറ്റിയും ലിമിറ്റഡ് കൺവെർട്ടബിലിറ്റിയാണ്. ഫുൾ കൺവെർട്ടബിലിറ്റി നമ്മൾ നോക്കുന്നത് ഇത് ആർക്കാണ് കൊടുക്കുന്നത് നോക്കിയിട്ടാണ്. ഫുൾ കൺവെർട്ടബിലിറ്റി ഒരു കാര്യത്തിനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിഡൻസിനും നോൺ റെസിഡൻസിനും ആ ട്രാൻസാക്ഷൻ ചെയ്യാനായിട്ട് ഒരു റെസ്ട്രിക്ഷനും അപ്ലൈ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ലിമിറ്റഡ് കൺവെർട്ടബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ട്രാൻസാക്ഷൻ ചെയ്യാനായിട്ട് നോൺ റെസിഡൻസിന് മാത്രമേ നമുക്ക് ഫ്രീഡം കൊടുക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ആ ട്രാൻസാക്ഷൻ കൊമേഴ്സ്യൽ ആയിരിക്കണം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ട് ട്രാൻസാക്ഷൻ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അവിടെ കൺവെർട്ടബിലിറ്റി സമ്മതിക്കുള്ളൂ. ബാക്കി കാര്യങ്ങൾക്കൊന്നിനും ആ ട്രാൻസാക്ഷന് കൺവെർട്ടബിലിറ്റി കൊടുക്കുന്നില്ല എന്നാണെങ്കിൽ, അതായത് ഫോറിൻ എക്സ്ചേഞ്ച് ആയിട്ട് കൺവെർട്ട് ചെയ്യാനായിട്ട് പെർമിഷൻ കൊടുക്കുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ അതിനെ ലിമിറ്റഡ് കൺവെർട്ടബിലിറ്റി എന്നാണ് പറയുക. ദെൻ ഇന്ത്യൻ സ്റ്റാറ്റസ് എന്താണ്? കറണ്ട് അക്കൗണ്ടിലുള്ള ഐറ്റംസ് നമ്മൾ ചെയ്യാനായിട്ട് യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല. അതായത് നമ്മൾ സാധനം ഇമ്പോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുന്നു, ട്രേഡ് റിലേറ്റഡുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, അതിനൊന്നും യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല. ഫുൾ കൺവെർട്ടബിലിറ്റി ആണുള്ളത്. പക്ഷെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ കൂടെ വരുന്ന കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ പുറമേ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ പുറമേ നിന്നൊരു മെഷീനറി നമുക്ക് ഇമ്പോർട്ട് ചെയ്യണം, അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ അതിന് ചില കണ്ടീഷൻസ് ഉണ്ട്, ചില റെസ്ട്രിക്ഷൻസ് അവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്തെല്ലാമാണ്, എങ്ങനെയെല്ലാമാണെന്നാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ക്യാപിറ്റൽ അക്കൗണ്ട് കൺവെർട്ടബിലിറ്റി എന്താണ് എന്നുള്ളതാണ്. ക്യാപിറ്റൽ അക്കൗണ്ട് കൺവെർട്ടബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഫ്രീഡം ടു കൺവെർട്ട് ലോക്കൽ ഫിനാൻഷ്യൽ അസറ്റ്സ് ഇൻറ്റു ഫോറിൻ ഫിനാൻഷ്യൽ അസറ്റ്സ് ആൻഡ് വൈസ് വെർസ. ഫിനാൻഷ്യൽ അസറ്റ്സിനെ, അതായത് ലോക്കലുള്ള ഫിനാൻഷ്യൽ അസറ്റിനെ ഫോറിനായിട്ടും ഫോറിനുള്ളതിനെ ലോക്കലായിട്ടും കൺവെർട്ട് ചെയ്യാനുള്ള ഫ്രീഡത്തിനാണ് പറയുന്നത്. അത് അറ്റ് വാട്ട് റേറ്റ്? അറ്റ് മാർക്കറ്റ് ഡിറ്റർമിൻഡ് എക്സ്ചേഞ്ച് റേറ്റ് വിത്തൗട്ട് എനി സോർട്ട് ഓഫ് ഇന്റർമീഡിയേഷൻ ഓർ റെഗുലേഷൻ. ഒരുപാട് നിയമത്തിന്റെ നൂലാമാലകളൊന്നും ഇല്ലാണ്ട്, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ, ഒരുപാട് ഇന്റർമീഡിയറ്റ്സ് ഒന്നും ഇല്ലാതെ മാർക്കറ്റ് ഡിറ്റർമിൻ ചെയ്യുന്ന റേറ്റിൽ നമ്മുടെ ഇവിടെയുള്ള ലോക്കൽ ഫിനാൻഷ്യൽ അസറ്റ് ഫോറിൻ അസറ്റ് ആയിട്ടും ഫോറിൻ ഫിനാൻഷ്യൽ അസറ്റ് ഇവിടെയുള്ള അസറ്റ് ആയിട്ടും നമുക്ക് കൺവെർട്ട് ചെയ്യാൻ പറ്റുമെന്നാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ക്യാപിറ്റൽ അക്കൗണ്ട് കൺവെർട്ടബിലിറ്റി. അപ്പോൾ അത് അറിയണമെന്നുണ്ടെങ്കിൽ എന്തെല്ലാമാണ് ക്യാപിറ്റൽ അക്കൗണ്ട് ട്രാൻസാക്ഷൻസ് എന്നറിയണം. ക്യാപിറ്റൽ അക്കൗണ്ട് ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് FDI വരും, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ്, എക്സ്റ്റേണൽ അസിസ്റ്റൻസ് നമ്മൾ പഠിക്കും. അത് കൊമേഴ്സ്യൽ ബോറോയിങ് പുറമേ നമ്മൾ ബോറോ ചെയ്യുന്നുണ്ടെങ്കിൽ ദെൻ കൊമേഴ്സ്യൽ ബാങ്കിന്റെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസും, പിന്നെ FCNR ഡെപ്പോസിറ്റ്സ്. FCNR ഡെപ്പോസിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറിൻ കറൻസി നോൺ റെസിഡന്റ് ഡെപ്പോസിറ്റ് എന്നാണ്. അതായത് നോൺ റെസിഡന്റ് ഇന്ത്യൻസ് ഫോറിൻ കറൻസിയിൽ ഇന്ത്യയിൽ ഡെപ്പോസിറ്റ് സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് FCNR ഡെപ്പോസിറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ റുപ്പി ഡെറ്റ് സർവീസ്, RDS എന്ന് പറയും. RDS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഡെപ്റ്റ്സ് ടു ബി പെയ്ഡ് ഇൻ റുപ്പീസ് ടു ഫോറിനേഴ്സ് ബൈ ഇന്ത്യൻ റെസിഡൻസ്. ഇന്ത്യൻ റെസിഡൻസ് ആണ് ആ കടം എടുത്തേക്കുന്നത്. അത് ഫോറിനിൽ നിന്നുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്നാണ് പൈസ മേടിച്ചേക്കുന്നത്. പക്ഷെ പൈസ തിരിച്ചടയ്ക്കേണ്ടത് ഫോറിൻ കറൻസിയിലല്ല, ഇന്ത്യൻ റുപ്പിയിലാണ്. അതാണ് റുപ്പി ഡെറ്റ് സർവീസ് എന്ന് പറയുന്നത്. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ദെൻ ഈ ക്യാപിറ്റൽ അക്കൗണ്ട് കൺവെർട്ടിബിലിറ്റിയുടെ മേജർ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് നല്ല രീതിയിൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക, ഡീപ്പൻ ആൻഡ് ഇന്റഗ്രേറ്റ്. അപ്പോൾ ഫ്രീ ഫ്ലോ ഓഫ് ക്യാപിറ്റൽ എൻഷുർ ചെയ്യുക.
ദെൻ ഗ്ലോബൽ സേവിങ്സിലേക്ക് നമുക്ക് ആക്സസ് കൊടുക്കുക. നമ്മളിവിടെയുള്ള സേവിങ്സ് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഇവിടേക്ക് വരുന്നില്ല, അല്ലെങ്കിൽ വളരെ കോസ്റ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ പുറമേ ആ പൈസ ഒരുപാടുണ്ട്, നമുക്ക് കോസ്റ്റ് കുറച്ച് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് പുറമേ എന്നുള്ള ക്യാപിറ്റൽ ആക്സസ് ചെയ്യാനായിട്ട് പറ്റുക. ദെൻ പോളിസി മേക്കേഴ്സിനെ ഡിസിപ്ലിൻ ചെയ്യുക. അതെങ്ങനെയാണ്? കാരണം ഈ പുറമേ നിന്ന് ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരണമെന്നുണ്ടെങ്കിൽ, നല്ല ഇൻവെസ്റ്റേഴ്സ് ഇങ്ങോട്ടേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള സിസ്റ്റം വളരെ സ്ട്രോങ് ആയിരിക്കണം, നല്ല ഗവൺമെന്റ് ആയിരിക്കണം. അതായത് പൈസ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചെടുക്കാനായിട്ട് പറ്റും, തിരിച്ച് ഉണ്ടാകും എന്നുള്ള ഒരു കോൺഫിഡൻസ് അവർക്ക് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ പുറമേ നിന്നുള്ള ആൾക്കാർ ഇവിടെ നിന്ന് പൈസ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. സോ നല്ല പോളിസി മേക്കേഴ്സ് അല്ല എന്നുണ്ടെങ്കിൽ, അവർ ഡിസിപ്ലിൻഡ് അല്ല എന്നുണ്ടെങ്കിൽ നോബഡി വിൽ കം. സോ അതൊരു ഓട്ടോമാറ്റിക് ആയിട്ട് മെഷർ ആയിട്ട് മാറും. ദെൻ ഫ്രീഡം ഫോർ ദി ഇൻഡിവിജ്വൽ. ഇവിടെ നിന്ന് പൈസ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പുറമേ പോയിട്ട് പൈസ കളക്ട് ചെയ്യാനുള്ള ഫ്രീഡം അവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്. ദെൻ ഇന്ത്യയിൽ ഇതിന്റെ സിസ്റ്റം ഇപ്പോൾ എങ്ങനെയാണ്? FDI നമ്മൾ അലോ ചെയ്തിട്ടുണ്ട്, പക്ഷെ ചില റെസ്ട്രിക്ഷൻസ് ചില കാര്യങ്ങളിൽ നമ്മൾ വെച്ചിട്ടുണ്ട് എന്ന് മാത്രം, ചില റെസ്ട്രിക്ഷൻസ്. പക്ഷെ ആദ്യം തുടക്കകാലം വെച്ച് നോക്കിയപ്പോൾ നമ്മൾ ഒരുപാട് ലിബറലൈസേഷൻ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്, യാതൊരു പ്രശ്നങ്ങളും ഇല്ല. പുറമേ നിന്നുള്ള ആൾക്കാർക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് നമ്മൾ റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടില്ല, പൈസ ഇടുന്നതിനോ എടുത്തുകൊണ്ട് പോകുന്നതിനോ ഒന്നും യാതൊരു പ്രശ്നവുമില്ല. ദെൻ ഫോറിൻ ക്യാപിറ്റൽ പുറമേ നിന്ന് കൊണ്ടുവരുന്നതിന് യാതൊരു തരത്തിലുള്ള തടസ്സങ്ങളും ഇല്ല, എങ്ങനെ വേണമെങ്കിലും പൈസ കൊണ്ടുവരാം. അതെങ്ങനെയാണ് കൊണ്ടുവരണമെന്നുള്ളത് നമ്മൾ അടുത്ത മൊഡ്യൂളിലാണ് പഠിക്കുക. ദെൻ നമ്മുടെ ഇന്ത്യക്കാർക്ക് പുറമേ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം, ദേ ക്യാൻ ഇൻവെസ്റ്റ്, അതിന് യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ല. ദെൻ ഫോറിൻ കമ്പനികൾക്ക് വേണമെങ്കിൽ ഇന്ത്യയിൽ നിന്ന് പൈസ റേസ് ചെയ്യാനുള്ളൊരു ഫെസിലിറ്റി ഉണ്ട്, അതിനെ IDR എന്നാണ് പറയുക, ഇന്ത്യൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്. അതിനെ പറ്റിയുള്ള നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു ക്ലാസ്സിൽ പഠിക്കും. ദെൻ ഈ ക്യാപിറ്റൽ അക്കൗണ്ട് കൺവെർട്ടബിലിറ്റി കൊണ്ട് എന്ത് അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ഒന്ന്, എക്കണോമിക് ഇന്റഗ്രേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, എല്ലാ അക്കൗണ്ടും നമ്മൾ ഇന്റഗ്രേഷൻ നടത്തുക, ഫ്രീ ഫ്ലോ ഓഫ് ക്യാപിറ്റൽ എൻഷുർ ചെയ്യാം. ദെൻ ഇവിടെയുള്ള ആൾക്കാർക്ക് പൈസ വേണമെന്നാണെങ്കിൽ ലോക്കൽ മാർക്കറ്റിൽ അത് സഫീഷ്യൻ്റ് ആയിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇന്റർനാഷണൽ മാർക്കറ്റിൽ അത് ആക്സസ് ചെയ്യാനായിട്ട് പറ്റുക. പിന്നെ എക്കണോമിക് ഗ്രോത്ത് കൂട്ടാൻ പറ്റും, കാരണം പുറമേ നിന്ന് പൈസ ഒരുപാട് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവിടെ നല്ല കാര്യങ്ങൾക്ക് അത് ഉപയോഗിക്കുകയും നല്ല രീതിയിൽ എക്കോണമി വളരുകയും ചെയ്യും. ദെൻ ഇനി നേരെ തിരിച്ച് ഫോറിൻ രാജ്യങ്ങളിൽ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ടാക്കുക. ഇപ്പൊ ഇവിടെ നമുക്ക് അധികം അവന്യൂസ് ഇല്ല എന്നുണ്ടെങ്കിൽ പുറമേ നമുക്ക് പോയിട്ട് അവന്യൂസ് കണ്ടെത്താൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമായിട്ട് മാറും. ദെൻ ഫ്രീ ക്യാപിറ്റൽ മൂവ്മെന്റ്, ഇതിന്റെ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഈ ഒരു കാര്യമാണ്, ഫ്രീ ആയിട്ട് ക്യാപിറ്റൽ മൂവ്മെന്റ് എൻഷുർ ചെയ്യാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കറണ്ട് അക്കൗണ്ട് കൺവെർട്ടബിലിറ്റി എന്താണെന്നുള്ളതാണ്. Current account convertibility is the freedom to buy or sell foreign exchange for import or export at market determined exchange rate without any sort of intermediation or regulation. കാര്യങ്ങളെല്ലാം പഴയത് തന്നെ, പക്ഷേ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇമ്പോർട്ടിനോ എക്സ്പോർട്ടിനോ വേണ്ടിയിട്ടാണ് ഫോറിൻ എക്സ്ചേഞ്ച് ഉപയോഗിക്കുന്നത് എങ്കിൽ അത് കറണ്ട് അക്കൗണ്ട് കൺവെർട്ടബിലിറ്റി ആണ്. അപ്പോൾ ഈ കറണ്ട് അക്കൗണ്ടിൽ ട്രാൻസാക്ഷൻസ് എന്തെല്ലാം വരും? ഫോറിൻ ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം വരും. ദെൻ ഷോർട്ട് ടേം ആയിട്ടുള്ള ബാങ്കിങ് ഫെസിലിറ്റീസ് അതെന്തെല്ലാം ഉണ്ടോ അതെല്ലാം വരും. ഇൻട്രസ്റ്റ് പേയ്മെന്റ് ഉണ്ടെങ്കിൽ അത് വരും. ലോൺ അമോർട്ടൈസേഷൻ, ലോൺ റീപേയ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്, ഷോർട്ട് ടേമിലേക്കുള്ള ലെസ് ദാൻ 1 ഇയർ ആണ് ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട്. പിന്നെ ഫാമിലി ലിവിങ്ങിന് വേണ്ടിയിട്ടുള്ള എക്സ്പെൻസുകൾ റെമിറ്റ് ചെയ്യുന്നത്, അതെല്ലാം കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻ ആയിട്ടാണ് വരുന്നത്. കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷന്റെ കൺവെർട്ടബിലിറ്റി അധികം റെസ്ട്രിക്ഷൻസ് ഇല്ല, RBIയുടെ നേരത്തെ കൂട്ടിയുള്ള അപ്രൂവലിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എക്സ്പോർട്സും ഇമ്പോർട്ട്സും എല്ലാം വളരെ ഈസി ആയിട്ട് നടക്കും, ഒരു ബുദ്ധിമുട്ടുകളില്ലാണ്ട് പോകും. മോർ ദാൻ 100 കൺട്രീസ് ആയിട്ട് ഇന്ത്യ വെച്ചേക്കുന്ന പല എഗ്രിമെന്റ്സ് വഴി ഫുൾ കറണ്ട് അക്കൗണ്ട് കൺവെർട്ടബിലിറ്റി ആണ് ഉള്ളത്, റെസ്ട്രിക്ഷൻസ് തീരെയില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചൊരു കാര്യം കറൻസി കൺവെർട്ടബിലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അതെന്താണ് അതിന്റെ മീനിങ്, അതിന്റെ ടൈപ്സ്, കറണ്ട് അക്കൗണ്ട് കൺവെർട്ടബിലിറ്റി, ക്യാപിറ്റൽ അക്കൗണ്ട് കൺവെർട്ടബിലിറ്റി, അതിന്റെ ഒബ്ജക്റ്റീവ്സും അഡ്വാൻറ്റേജസും. ഓക്കെ, താങ്ക് യു.